നമസ്കാരം. പെരിയാറിൽ മത്സ്യക്കുരുതിക്ക് ഇടയാക്കിയത് വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണെന്നും ഇതിന് കാരണം പാതാളം ബണ്ട് തുറന്നപ്പോൾ വൻതോതിൽ ജൈവമാലിന്യം ഉൾപ്പെടെ കുത്തിയൊലിച്ച് വന്നതാണെന്നുമുള്ള നിലപാട് ആവർത്തിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡ്. 2023 മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നുവെന്നും ആ വർഷം കുഫോസിന്റെ അതായത് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ കണ്ടെത്തലും ഇക്കാര്യം ശരിവെക്കുന്നതാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ബോർഡ് പറയുന്നു. മെയ് 20 പെരിയാറിൽ ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത് ബണ്ട് തുറന്നത് മൂലം ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണെന്ന് ബോർഡും അമോണിയയും സൾഫറും ഉൾപ്പെടെയുള്ള രാസമാലിന്യങ്ങളാണ് കാരണമെന്ന് കുഫോസും നിലപാട് എടുത്തിരിക്കെയാണ് ബോർഡ് തങ്ങളുടെ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. പാതാളം ബണ്ട് ദീർഘകാലമായി അടച്ചിടുന്നത് ജൈവമാലിന്യം അടിഞ്ഞുകൂടുന്നതിന് ഇടയാക്കുമെന്നും ഇതുമൂലം ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയാണെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ബാബുരാജൻ PK തയ്യാറാക്കിയ സത്യവാങ്മൂലം പറയുന്നു. പെരിയാറിലേക്ക് വിഷമയമായ അവശിഷ്ടങ്ങൾ തള്ളുന്നത് തടയണമെന്നാവശ്യപ്പെട്ട KSR മേനോൻ 2020 നൽകിയ ഹർജിയിലാണ് ബോർഡ് നിലപാട് അറിയിച്ചത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ ചീഫ് ജസ്റ്റിസ് ആശിഷ് J ദേശായി, ജസ്റ്റിസ് VG അരുൺ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് കേസ് 10 പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടും ജലസേചന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണമില്ലായ്മ തുടരുകയാണെന്ന് ബോർഡ് പറയുന്നു. ദീർഘകാലത്തേക്ക് ബണ്ട് അടച്ചിടുന്നതിന് പകരം പെരിയാറിൽ കുറഞ്ഞ നിലയ്ക്കെങ്കിലും വെള്ളമൊഴുക്ക് നിലനിർത്താനാണ് ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും അതിൽ നടപടിയെടുത്തില്ല. 2017 ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയത്. ജനുവരിയിലും ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വകുപ്പ് നടപടിയെടുത്തില്ല. വേനൽക്കാലത്ത് ദീർഘകാലത്തേക്ക് ബണ്ട് അടച്ചിടുമ്പോൾ ജൈവമാലിന്യങ്ങൾ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുകയാണ്. ബണ്ട് തുറക്കുന്നതിനെ പറ്റി അറിയിപ്പ് നൽകിയിട്ടില്ലെന്നും ബോർഡ് പറയുന്നു. 2023 വേനൽക്കാലത്തിന് ശേഷം പാതാളം ബണ്ട് തുറന്നപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നുവെന്ന മുൻകാല റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ബോർഡ് പറയുന്നു. ചത്ത മീനുകളുടെ സാമ്പിളുകൾ പരിശോധിച്ച കുഫോസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് പൊടുന്നനെ കുറഞ്ഞതായിരിക്കാം കാരണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അമോണിയയുടെ അളവ് വർദ്ധിച്ചതാവാം. ജൈവമാലിന്യങ്ങൾ നിറഞ്ഞതിനെ തുടർന്ന് ഓക്സിജൻ അളവ് തീരെ കുറഞ്ഞ വെള്ളം വലിയ അളവിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകിയെത്തിയത് മൂലമുണ്ടായ പ്രതിഭാസവുമാകാം മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത് എന്നാണ് കുഫോസ് റിപ്പോർട്ട് പറയുന്നതെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യക്കുരുതിക്ക് കാരണമായതെന്നും പാതാളം ബണ്ട് മുന്നറിയിപ്പില്ലാതെ തുറക്കുകയും ഓരുവെള്ളം കയറിയതും വഴി ഓക്സിജൻ അളവ് ക്രമാതീതമായി കുറഞ്ഞതാണ് ഇതിന് കാരണമായതെന്നുമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ ഏറെ വിമർശനത്തിന് വിധേയമായിരുന്നു. അതേസമയം തന്നെ പുറത്തു വന്ന കുഫോസ് റിപ്പോർട്ട് ആവട്ടെ രാസമാലിന്യങ്ങളുടെ സാന്നിധ്യം വെള്ളത്തിൽ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ചത്ത മത്സ്യങ്ങളുടെ പരിശോധനയിൽ നിന്നേ അറിയാൻ സാധിക്കൂ എന്ന നിലപാടാണ് കുഫോസ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിലപാട് ആവർത്തിച്ചുകൊണ്ട് ബോർഡ് വീണ്ടും രംഗത്തെത്തിയത്. ഇരു റിപ്പോർട്ടുകളും പരിഗണിച്ച സബ് കളക്ടർ ഇക്കാര്യത്തിൽ വിശദമായ പഠനം വേണമെന്നും സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. പെരിയാറിന്റെ തീരത്ത് പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ഒഴുക്കിവിടുന്നത് സംബന്ധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ മാലിന്യം ഒഴുക്കിവിടുന്നത് തടയാൻ സമഗ്രമായ സംവിധാനമാണ് തങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ബോർഡ് പറയുന്നു. വ്യവസ്ഥകൾ പാലിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നതെന്ന് തങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെന്നും ഈ വ്യവസായ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ബോർഡ് വ്യക്തമാക്കി. ഇതിൽ പ്രധാനമായും പറയേണ്ടത് CMRL എന്ന പിണറായിയുടെ മകൾക്ക് മാസപ്പടി നൽകിയ സ്ഥാപനത്തെ കുറിച്ചാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പിണറായി ഒരു തരത്തിൽ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ബോർഡിനെ കൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കിച്ചത്. അതിനെ വെല്ലുന്ന റിപ്പോർട്ടാണ് കുഫോസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനെ എത്തരത്തിലെങ്കിലും ഇല്ലാതെയാക്കുക, അതായത് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുക, ഈ റിപ്പോർട്ട് മൂടിവെക്കുക എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സത്യവാങ്മൂലം വീണ്ടും സമർപ്പിക്കുന്നത് വഴി പിണറായി ലക്ഷ്യം വെക്കുന്നത്. നന്ദി.